ദൈവനാമം മഹത്വപ്പെടട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമായി നിങ്ങളെ ഏവരെയും പ്രഭാതവചനത്തിലേക്ക് വളരെ വിനീതമായി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഞായറാഴ്ച ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആരാധനാ വർഷത്തിലെ രണ്ടാമത്തെ ഞായറാഴ്ചയും ഹൂദോസ് ഈത്തോ എന്ന് അറിയപ്പെടുന്ന ഞായറാഴ്ചയും ആണ്. ഇന്ന് വിശുദ്ധ കുർബാനയിൽ വിശുദ്ധ ഏവൻഗേലിയോൻ മേശയിൽ വായിച്ച് കേൾക്കാൻ പോകുന്നതായ വേദഭാഗ്യം എന്ന് പറയുന്നത് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 10-ാം അധ്യായം 22 മുതൽ 42 വരെയുള്ള വേദഭാഗമാണ്. ആരാധന വർഷത്തിലെ രണ്ടാം ഞായറാഴ്ചയാണ് ഇന്നത്തെ ദിവസമെന്ന് നിങ്ങൾക്ക് എവർക്കും അറിയാമല്ലോ. സഭയുടെ പ്രതിഷ്ഠാ പെരുന്നാൾ ആയി നാം ഇതിനെ കൊണ്ടാടുന്നു. അതായത് സഭയുടെ ശുദ്ധീകരണ പെരുന്നാൾ. യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ യെരൂശലേം ദേവാലയം അന്തിയോക്കസ് എപ്പിഫാനസ് രാജാവ് പിടിച്ചെടുക്കുകയും അതിലുണ്ടായിരുന്ന വിലപിടിപ്പുള്ള എല്ലാ വസ്തുക്കളും കവർന്ന് എടുത്ത് കൊണ്ടുപോവുകയും അവരുടെ ദേവാലയത്തിൽ അശുദ്ധ മൃഗങ്ങളെ ബലി കഴിച്ച് അതിനെ അശുദ്ധമാക്കുകയും ചെയ്തു. BC 165 യൂദാസ് മക്കാബിയോസിന്റെ നേതൃത്വത്തിൽ ദേവാലയം തിരികെ പിടിച്ചെടുത്തു, അതിനെ ശുദ്ധീകരിക്കുകയും ചെയ്തു. ഓർത്തഡോക്സ് സ്റ്റഡി ബൈബിൾ നോക്കുമ്പോൾ 1 മക്കാബിയർ 4-ാം അധ്യായം 52 മുതൽ 59 വരെയുള്ള വേദഭാഗം നോക്കുമ്പോൾ ന്യായപ്രമാണം അനുസരിച്ച് അവർ പുതുതായി നിർമ്മിച്ച ബലിപീഠത്തിൽ ബലി കഴിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കും. ഇതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ആണ് പ്രതിഷ്ഠാ പെരുന്നാളായി നമ്മൾ ഇതിനെ ആചരിക്കുന്നത്. വിശുദ്ധ മാമോദീസയിലൂടെ ശുദ്ധീകരിക്കപ്പെട്ട നാം ഓരോരുത്തരും വീണ്ടും എന്തിനാണ് ശുദ്ധീകരിക്കപ്പെടേണ്ട ആവശ്യം വന്ന് ചേർന്നത് എന്ന് ചോദിക്കേണ്ട കാലത്താണ് നാം ജീവിക്കുന്നത്. അതിനായി യോഹന്നാൻ ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 10-ാം അധ്യായം 22 മുതൽ 42 വരെയുള്ള വേദഭാഗം നമുക്ക് നോക്കാം. ഇന്ന് ഏവൻഗേലിയോൻ സമയത്ത് വായിച്ചു കേട്ട വേദഭാഗമാണിത്. ഒരു ശീതകാല സമയം യെരൂശലേം ദേവാലയത്തിൽ പ്രതിഷ്ഠോത്സവം ആചരിച്ചു. യേശുവും അവിടെ ഉണ്ടായിരുന്നു. ശലോമോന്റെ മണ്ഡപത്തിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ യഹൂദന്മാർ അവനെ വളഞ്ഞു ചോദിക്കുന്നു, നീ ക്രിസ്തു എങ്കിൽ സ്പഷ്ടമായി പറയുക എന്ന്. യേശു അവരോട്, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, എങ്കിലും നിങ്ങൾ വിശ്വസിക്കുന്നില്ല. എൻ്റെ പിതാവിൻ്റെ നാമത്തിൽ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ എനിക്ക് സാക്ഷ്യമാകുന്നു. നിങ്ങളോ എൻ്റെ ആടുകളുടെ കൂട്ടത്തിലുള്ളവർ അല്ലായികയാൽ വിശ്വസിക്കുന്നില്ല. എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു. ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു. ഞാൻ അവർക്ക് നിത്യജീവൻ കൊടുക്കുന്നു. അവ ഒരു നാളും നശിച്ചു പോകുകയില്ല. ഇവിടെ നാം കാണുന്നത് 3 കാര്യങ്ങളാണ്. ക്രിസ്തുവിൽ നാം ഏക ശരീരങ്ങൾ ആയി സാക്ഷ്യം വഹിക്കുന്നവർ ആയിരിക്കണം. രണ്ടാമത്തത്, ഒരു അപ്പത്തിൻ്റെ അംശയായി നാം തീർന്നിരിക്കുന്നത് പോലെ നാം ഒന്നായി ചേർന്ന് ജീവിക്കുന്നവർ ആയിരിക്കണം. മൂന്നാമത്തേതെന്ന് പറയുന്നത്, ക്രിസ്തുവിൽ വിശുദ്ധീകരിക്കപ്പെടുവാനായി നാം തയ്യാർ ആകണം. ക്രിസ്തുവിൽ നാം ഏക ശരീരങ്ങൾ ആയി സാക്ഷ്യം വരിക്കണമെങ്കിൽ അവൻ കാണിച്ചു തന്നതായ വഴിയിലൂടെ നാം സഞ്ചരിക്കണം. അതിന് നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നമ്മോട് തന്നെ ചോദിക്കേണ്ട സമയത്താണ് നാം ജീവിക്കുന്നത്. നാം നമ്മെ തന്നെ ശുദ്ധീകരിച്ച് പിതാക്കന്മാർ നമ്മെ പഠിപ്പിച്ചതായ വഴികളിലൂടെ സഞ്ചരിക്കുകയും മറ്റുള്ളവരെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും വേണം. മാനുഷിക മൂല്യങ്ങൾ മനസ്സിലാക്കി ജീവിക്കണം. അതിനായി നമ്മെ തന്നെ സമർപ്പിക്കണം. യേശു ക്രിസ്തു തന്നെത്താൻ തൻ്റെ പിതാവിൽ സമർപ്പിച്ചതുപോലെ അതാണ് നമ്മുടെ കർത്താവ് നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത്. ഒരു അപ്പത്തിൻ്റെ അംശയായി തീരണമെങ്കിൽ നാം നമ്മുടെ രക്ഷിതാവിനെ നമ്മുടെ മനസ്സിൽ വരിക്കണം എന്നുള്ളതിന് 2 അഭിപ്രായം നമ്മിൽ ഉണ്ടാകുകയില്ല. നമ്മുടെ പ്രവൃത്തികളിലൂടെ മറ്റുള്ളവർക്ക് നമ്മെ നന്മ ഉണ്ടാകണം എങ്കിൽ ഉണ്ടാകുന്നുവെങ്കിൽ അവൻ നമ്മിൽ പ്രസാദിക്കും. അതിനായി അവൻ തന്നതായ അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും അംശികളാകണം. അതിനായി നമ്മെ തയ്യാർ ആക്കണം. മാനസാന്തരപ്പെടണം. നമ്മുടെ ജീവിതശൈലികളെ തിരുത്തണം. ഈ പ്രതിഷ്ഠാ പെരുന്നാൾ നാം കൊണ്ടാടുന്നത് കന്യാമറിയാമിനെ പോലെ വിശുദ്ധിയിൽ ബാക്കിയുള്ള നമ്മുടെ ജീവിതം ജീവിക്കുവാനായിരിക്കണം. ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നമ്മുടെ വിശുദ്ധിയാണ്. എല്ലാവരും ഒരു മനപ്പെട്ട പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നായിരിക്കുന്നത് പോലെ ഒന്നായി തീരുന്നതിന് ഉള്ള മനസ്സൊരുക്കമുള്ള
മാനസാന്തരപ്പെടലിനായി നമ്മൾ ആകണം. യേശു ഈ വേദഭാഗത്തിലൂടെ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത് 3 കാര്യങ്ങളാണ്. ഒന്ന്, ക്രിസ്തുവിനെ സാക്ഷീകരിക്കുന്നതായിരിക്കണം ഈ പ്രതിഷ്ഠാ പെരുന്നാൾ. രണ്ടാമത്തത്, ക്രിസ്തുവിൽ നാം എല്ലാവരും ഒന്നായിരിക്കാൻ വേണ്ടി ആയിരിക്കണം ഈ പ്രതിഷ്ഠാ പെരുന്നാൾ. മൂന്നാമത്തത്, ക്രിസ്തുവിൽ വിശുദ്ധീകരിക്കപ്പെടുവാനായിരിക്കണം ഈ പ്രതിഷ്ഠാ പെരുന്നാൾ. ഇതിനായി ബാക്കി ദൈവം തന്നിരിക്കുന്ന ജീവിതം നമുക്ക് ജീവിക്കാം. എൻ്റെ വാക്കുകളിൽ നിന്നും ഞാൻ ഉപസംഹരിക്കട്ടെ. എൻ്റെ ഹൃദയംഗമായി നന്ദി ഒരിക്കൽ കൂടി ആദരണീയ വിശ്വാസികൾക്ക് നൽകിക്കൊണ്ട് നമ്മെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. അതോടൊപ്പം നല്ല ഒരു സൺഡേ നിങ്ങൾക്ക് നേരുന്നു. ഹാപ്പി സൺഡേ ടു ഓൾ. നന്ദി, നമസ്കാരം.